പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന് കാണിച്ച് ഹരിയാനയിൽ കോളേജ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. പാട്യാല ഖൽസ കോളേജ് വിദ്യാർത്ഥി ദേവേന്ദ്ര സിംഗ് ആണ് അറസ്റ്റിലായത്. സൈനിക കേന്ദ്രങ്ങളുടെയും മറ്റും വിവരങ്ങൾ കൈമാറിയെന്നാണ് കണ്ടെത്തൽ. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, ഒരു വിദ്യാർത്ഥിയാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഇയാൾക്ക് എങ്ങനെയാണ് ഈ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാനായതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? ഇക്കഴിഞ്ഞ മെയ് 12-ാം തീയതിയാണ് ദേവേന്ദ്ര സിംഗ് ദിലോൺ എന്ന ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഖൽസ സർവകലാശാലയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനിൽ പോവുകയും അവിടെ വെച്ച് ഈ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടു എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വലിയ തുക ഇയാൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരികെ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളുടെയൊക്കെ തന്നെ ഫോട്ടോകളും മറ്റും എടുക്കുകയും അത് പിന്നീട് ഈ പാകിസ്ഥാനിലെ ചാര സംഘടനയ്ക്ക് നൽകി എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതി അയാളുടെ ഫേസ്ബുക്കിൽ വഴി ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈവശമുള്ള ചില ആയുധങ്ങളുടെയും മറ്റും ഫോട്ടോകളൊക്കെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് സംശയം തോന്നി കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇയാൾക്ക് വലിയ തരത്തിലുള്ള ഒരു ചാരപ്രവൃത്തി ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന തോതിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്കിടെ ഇപ്പോൾ ഇത് 2-ാം തവണയാണ് ഇതുപോലെ സമാനമായ രീതിയിൽ ഒരു യുവാവ് കൂടി അറസ്റ്റിലാവുന്നത്. നേരത്തെ പാനിപ്പത്തിൽ വെച്ച് UP സ്വദേശിയായ ഒരാളെ കൂടി, അദ്ദേഹത്തിന് പ്രായം 24 വയസ്സാണ്, അയാളെ പിടികൂടിയിരുന്നു. അയാൾ അവിടെ പാനിപ്പത്തിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു. ഇയാളും ഈ തരത്തിൽ പാകിസ്ഥാൻ ചാര ഏജൻസിയിൽ നിന്ന് പണം വാങ്ങി ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറി എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ 2 അറസ്റ്റുകളാണ് ഏതാനും ദിവസങ്ങൾക്കൂടെ ഉണ്ടാവുന്നത്. ശരി, ചാരവൃത്തി കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി ഹരിയാനയിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവച്ചത്.